ഹായ് ഓൾ. അപ്പം തലയിലും വയറ്റിലും എല്ലാം വായു കയറി വിലങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ അല്ലേ? നമുക്കറിയാം, ഇത് ശരീരത്തിൻ്റെ പല ഭാഗത്ത് വിലങ്ങിക്കിടക്കുമ്പോൾ പല പല ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. ഇപ്പോൾ തലയിലാണ് വിലങ്ങിക്കിടക്കുന്നതെങ്കിൽ പലർക്കും എന്താണ് ലക്ഷണം ഉണ്ടാവുക? തലവേദന ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട് അല്ലേ? ഇനി തലവേദന മാത്രമല്ല, തലകറക്കം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇനി നെഞ്ചിലാണെങ്കിലോ നെഞ്ചുവേദന. അതെ, നെഞ്ചുവേദന കൂടി ഡോക്ടറെ കാണേണ്ടി വന്ന അവസ്ഥ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും, പ്രത്യേകിച്ചും രാത്രി സമയത്ത്. അങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരുമ്പം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ECG എടുക്കും. ECG എടുക്കുമ്പോൾ പറയും അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളൊന്നുമല്ല, വായു വിലങ്ങിയതാണ്. പിന്നെയും ആ വേദനയെ സഹിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് അല്ലേ. പിന്നെ അതുപോലെ തന്നെ വയറുവേദന. ഇപ്പോൾ വയറുവേദന എന്ന് പറയുമ്പം എപ്പോൾ വരുന്നെന്നോ എപ്പോൾ പോകുന്നെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അൾസറിൻ്റെ വേദനയുണ്ട്, ഞാനിവിടെ അതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത്, വായു വിലങ്ങിയിട്ടുള്ള വേദനയെ പറ്റിയാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് പ്രായമായവർക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്താണ്? PCOD ഉള്ള കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട് വയറ് വീർപ്പ്, വയറിന് അസ്വസ്ഥത, വയറിന് വേദന. കാര്യം എന്താണ്? കറക്റ്റ് രീതിയിൽ പീരിയഡ്സ് അവർക്ക് നടക്കാത്തതുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് തക്കതായ ചികിത്സ നിങ്ങൾ നേടണം. അല്ലാതെ ഒറ്റമൂലികൾ മാത്രം പരീക്ഷിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫലവത്താവുകയില്ല. പിന്നെ അതുപോലെ തന്നെ കാലിൽ ഒക്കെ നമുക്ക് വായു വിലങ്ങുന്ന പോലത്തെ, മസിൽ പിടിക്കുന്ന പോലത്തെ ലക്ഷണങ്ങൾ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പം നമുക്ക് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആയുർവേദ പ്രകാരം പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ദഹനം ശരിയല്ലെങ്കിൽ അവിടെ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളുടെ ആരംഭം. അപ്പം നമുക്ക് മോഡേൺ രീതിയിൽ നോക്കുവാണെങ്കിൽ അവിടെ എന്താണ് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഗസ് നെർവ്, ഓക്കെ, അപ്പം നമ്മുടെ ആമാശയത്തെയും ദഹനേന്ദ്രിയത്തെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു നെർവാണ് വാഗസ് നെർവ്. അപ്പോൾ ഈ വാഗസ് നെർവ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് ശരിയായ രീതിയിലുള്ള വിശപ്പുണ്ടാവുക, ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മതി എന്നുള്ളൊരു സെൻസേഷൻ നമുക്ക് തോന്നുക. വിശപ്പില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്? അവിടെ വാഗസ് നെർവ് കൃത്യമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിഗ്നൽ സിസ്റ്റത്തിന് കംപ്ലൈൻറ്റ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ വിശപ്പില്ലാത്ത സമയത്ത് നമ്മൾ ധാരാളം ഫുഡ് കഴിക്കുകയാണെങ്കിലോ, നമ്മളൊക്കെ ചെയ്യാറുള്ള കാര്യം തന്നെയാണ് അല്ലേ. ഒരു ദിവസം 2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയാണെങ്കിലോ ഇതൊക്കെ നമുക്ക് വായു വിലങ്ങുന്നതിന് നമുക്ക് കാരണമായി തീരുന്നു. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ നമുക്ക് ഇതിനെ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, വായു വിലങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മസാജ് ചെയ്യുന്ന സമയത്ത് ആ വേദനയ്ക്ക് റിലീഫ് കിട്ടാറുണ്ട് അല്ലേ. ഇപ്പം മുതുകൊക്കെ വിലങ്ങി കിടക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നെഞ്ചൊക്കെ വിലങ്ങി കിടക്കുന്നവരാണ്, നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് മസാജ് ചെയ്യുമ്പം എന്തുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് റിലീഫ് കിട്ടുന്നത്? ഇവിടെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ശരിയായ രീതിയിൽ ആക്ടിവേറ്റ് ആയി പ്രവർത്തിക്കുകയും നമ്മുടെ വാഗസ് നെർവിൻ്റെ പ്രവർത്തനത്തെ ശരിയാക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് വിലങ്ങി കിടക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ കൃത്യമായി വ്യായാമം ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് പറ്റില്ല. കാര്യം നമ്മൾ ഒരുപാട് ഹൈ കാലറി ഫുഡുള്ള വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ കഴിക്കുന്നുണ്ട്, ഇത് ദഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ഡെഫിനറ്റ് ആയിട്ടും അവിടെ വായു വിലങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് കൃത്യമായ ഒരു ജീവിതശൈലി ഇതിന് ഡെവലപ്പ് ചെയ്തെടുക്കണം. വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ വ്യായാമം ചെയ്യുക. അതായത് 5 വട്ടം നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുക. ഇനി സൂര്യ നമസ്കാരം ചെയ്യുന്നത് മാത്രമല്ല, പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ വയറ്റിലാണ് വായു വിലങ്ങി കിടക്കുന്നതെങ്കിൽ അബ്ഡോമിനൽ എക്സസൈസസ് കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. സൈക്ലിങ്ങോ അങ്ങനത്തെ എക്സസൈസൊക്കെ ചെയ്യുമ്പം അത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് സ്ട്രെസ്സോ ടെൻഷനോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ശീലിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാക്കണം, ശോധന കൃത്യസമയത്താണോ നടക്കുന്നത്? ഒരുപാട് പേര് പറയാറുണ്ട് ത്രിബല ചൂർണം കഴിച്ചാലേ പോവുകയുള്ളൂ, കായം ചൂർണം കഴിച്ചാലേ പോവുകയുള്ളൂ, ത്രിബല ടാബ്ലറ്റ് കഴിച്ചാലേ പോവുകയുള്ളൂ. ഇങ്ങനൊരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു ചൂർണം ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകും എന്ന് പേടിച്ച് ജീവിക്കേണ്ടവരാണോ നമ്മൾ? ഒരിക്കലും അല്ല. അപ്പം ഇങ്ങനത്തെ ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറിനെ കണ്ടിട്ട് അതാദ്യം റെഡിയാക്കി എടുക്കുക. അപ്പം നമ്മൾ മരുന്നുകൾ കൊണ്ടല്ല നമ്മുടെ ശരീരത്തിനകത്ത് നമ്മളുടെ വേസ്റ്റസ് വെളിയിലേക്ക് തള്ളപ്പെടേണ്ടത്. ഇനി കൃത്യമായിട്ടുള്ള മലശോധന ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ വിശപ്പുണ്ടാവുകയുള്ളൂ. പലരും പറയാറില്ലേ എൻ്റെ വയറ്റിൽ നിന്ന് പോയില്ല, എനിക്ക് വിശക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വായു തടഞ്ഞു നിൽക്കുന്ന ലക്ഷണങ്ങൾ കൂടിയാണ് കാണിക്കുന്നത്. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ കൃത്യസമയത്ത് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. അതായത് നമുക്ക് വിശക്കണം, ആ സമയത്ത് വിശക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് വിശക്കും. ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കുക, ചെറിയ ചൂടോടുകൂടി ഭക്ഷണം കഴിക്കുക.
70 അല്ലെങ്കിൽ 80% വരെ വേണം നമ്മൾ ആഹാരം കഴിക്കാനായിട്ട്. വയറ് നിറച്ച് കഴിക്കുകയല്ല വേണ്ടത്. ഒരു ഭാഗം വായുവിനും ഒരു ഭാഗം വെള്ളത്തിനും വേണ്ടി നമ്മൾ വിടണം എന്നാണ് നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത്. ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണ്? ഒരു 10 തൊട്ട് ഒരു 15 നിമിഷം ഒന്ന് സ്ലോ ആയിട്ട് നടക്കുക. അപ്പോൾ ഈ നടക്കുന്ന എന്തിനാണ്? ഇത് നമ്മുടെ കീഴോട്ടുള്ള വായുവിൻ്റെ പ്രവർത്തനത്തെ ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എക്സസൈസ് ഹെവി ചെയ്യാനല്ല പറയുന്നത്, ഒരു സ്ലോ വാക്കിംഗ് മാത്രമാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് തന്നെ കഴിക്കുക, ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിച്ച് കഴിക്കുക. ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് ആഹാരം കഴിക്കണം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഇങ്ങനെ അല്ലാണ്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ആരോഗ്യം? ഞാൻ പറയാതെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ? അതായത് സ്ട്രെസ്സും ടെൻഷനും പോലുള്ള കാര്യമുണ്ടെങ്കിൽ നമ്മുടെ വാഗസ് നെർവ് കൃത്യമായി പ്രവർത്തിക്കത്തില്ല. അങ്ങനെയെങ്കിലും ഇവിടെ വായു വിലങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി ഉച്ച സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? മോര് പോലെയുള്ള പ്രോബയോട്ടിക് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചക്ക, ചീനി, ചേമ്പ്, കാച്ചിൽ, മൈദ, ദയവ് ചെയ്ത് ഈ ആഹാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ വായുവിനെ നന്നായിട്ട് വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ ആഹാരങ്ങൾ ഒഴിവാക്കുക. ഈ അതിന് ശേഷമാണെങ്കിൽ നമ്മൾ വൈകിട്ടായാലും എണ്ണയിൽ വറുത്തതും പൊരിച്ചതായിട്ടുള്ള ആഹാരങ്ങൾ ഒരുപാട് നമ്മൾ കഴിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ രാത്രി നമ്മൾ നേരത്തെ ഡിന്നർ കഴിക്കുക. ഇനി പലരും പറയാറുണ്ട് സാലഡാണ് കാലങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഒരു വട്ടം കഴിച്ചു, 2 വട്ടം കഴിച്ചു, ഡെയിലി ഇത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആയുർവേദത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നമുക്ക് രൂക്ഷത ഉണ്ടാക്കുന്നു, അതായത് ഡ്രൈനെസ് ഉണ്ടാക്കുന്നു. ഇതും വായു വർദ്ധിക്കാൻ കാരണമാണ്. അപ്പോൾ ഇത് കഴിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇത് സൂപ്പായിട്ട് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളിത് നെയ്യിലോ എണ്ണയിലോ ലൈറ്റായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വലിയൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ രാത്രി നമ്മൾ നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുക. ഇനി ഈ വായു വിലങ്ങിക്കിടക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയൊരു കാര്യം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വിലങ്ങുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ദേഹത്ത് എണ്ണ തേക്കുക. ആ ഒരു ഭാഗത്ത് നന്നായിട്ട് എണ്ണ തേച്ചതിന് ശേഷം ചെറിയ രീതിയിൽ ചൂട് കൊടുക്കുക. ഇപ്പോൾ വയറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ പെയിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ആ വേദന നമുക്ക് പോകാനും സാധ്യതയുണ്ട്. ഇനി PCOD ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു വൈദ്യനിർദ്ദേശം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം എന്താണ് കാരണം എന്ന് അറിയാതെ നമ്മളിതൊന്നും ചെയ്തിട്ട് നമുക്ക് ഒരു ഫലവും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇപ്പോൾ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ പോയി കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കഷായം, അരിഷ്ടം, ചൂർണം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടി സാധ്യതയുണ്ട്. അതപ്പോൾ ഇതൊക്കെ കഴിച്ച് വിതിനൊരു 1 to 2 വീക്സ് നമുക്ക് റിലീഫ് കിട്ടണം. കിട്ടിയില്ല, കാലങ്ങളായിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആയുർവേദത്തിൽ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, വസ്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വസ്തി എന്ന് പറഞ്ഞ ചികിത്സ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പക്വാശയത്തിലെ രൂക്ഷതയൊക്കെ പോയി, അവിടെ നമുക്കത് നമ്മുടെ മോഷനൊക്കെ നല്ല ഫ്രീ ആയിട്ട് പോയി, നമ്മുടെ വായുവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് വളരെ സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നു. ഭക്ഷണത്തിൽ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുമല്ലോ അല്ലേ?